പഴയ കാലത്ത് മക്കൾക്ക് പള്ളിന്ന് പേരിട്ട ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ കൊണ്ടായിരുന്നു പള്ളിയാജി, പള്ളിക്കാക്ക എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എനിക്ക് ഓർമ്മയുണ്ട്. പള്ളിയോടുള്ള ബഹുമാനം കൊണ്ട് പേരിട്ടതാണ് അങ്ങനെ. പള്ളി എന്ന് പറഞ്ഞ് അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ പേരിടണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പേരിടുമ്പോൾ മുഹമ്മദ് എന്ന് പേരിടുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. പള്ളിയേക്കാൾ ബഹുമാനമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. കഅബയേക്കാൾ ബഹുമാനമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നബി തങ്ങൾക്ക് 1000-ഓളം പേരുകളുണ്ട്. 250-ഓളം പേരുകൾ മദീനത്തെ പള്ളിയുടെ ചുമരുമേൽ എഴുതി വെച്ചിട്ടുണ്ട്. നബി തങ്ങളെ ഏത് പേരും വിളിക്കാം. പക്ഷേ ഏറ്റവും ശ്രദ്ധ എന്നുള്ള പേരാണ് മുഹമ്മദ് എന്ന പേര്, അഹമ്മദ് എന്ന പേര്. അഹമ്മദ് എന്ന പേര് തൗറാത്ത് ഇഞ്ചീൽ തുടങ്ങിയ കിതാബിൽ പറഞ്ഞ പേരാണ്. മുഹമ്മദ് എന്ന പേര് അത്തരം കിതാബിൽ ഉണ്ട് എന്നത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറമെ മുഹമ്മദ് എന്ന പേരും ഖുർആനിലുണ്ട്. ആ പേരാണല്ലോ ഷഹാദത്ത് കലിമയിലുള്ളത്, അതാണല്ലോ ബാങ്കിലുള്ളത്. അത് ഏറ്റവും ശ്രേഷ്ഠമായ പേരാണ് മുഹമ്മദ്. മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ കുട്ടിക്ക് വലിയ ബറക്കത്താണ്. ആ കുട്ടിയെ ആദരിക്കണം എന്നാണ്. ആ കുട്ടിയെ മറ്റു കുട്ടികളെ പോലെ കണ്ടാൽ പോരാന്നാ. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരുള്ളത് കൊണ്ട്. ഫൈനലി ദിമ്മതൻ മിൻ ഊബി തസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമീ എന്ന് ഇമാം ബൂസരി പറഞ്ഞില്ലേ, എനിക്കൊന്നുമില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരുണ്ടല്ലോ. അതൊരഭിമാനമാണ്. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരികളോടും ചെറുപ്പക്കാരോടും പറയാണ്, മക്കളുണ്ടാവും ആൺകുട്ടിയാണെ മുഹമ്മദ് എന്ന് പേരിടാൻ നോക്കണം. ഒന്നുമില്ല, എനിക്ക് മുഹമ്മദ് എന്ന് പേരിൽ, എനിക്ക് മകനുണ്ടല്ലോ മുഹമ്മദ് എന്നുള്ള പേരിൽ എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ വകുപ്പുണ്ടാകും. ഇരിക്കട്ടെ, മുഹമ്മദ് എന്ന പേരിന് വലിയ ബഹുമാനം ഉണ്ട്. ഏറ്റവും ബഹുമാനമുള്ള പേര് അബ്ദുള്ള എന്നതും അബ്ദുറഹ്മാൻ എന്നതുമാണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. അള്ളാഹുവിൻ്റെ അടിമ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏറ്റവും അഫ്ദലുൽ അസ്മാ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള പേര് അത് രണ്ടുമാണെന്ന് ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ആ പേരിടാം. നബി തങ്ങളുടെ വേറെ പേരും ഇടാം. നബി സല്ലല്ലാഹുവിൻ്റെ പേരിടുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയിടുന്ന ഒരു പരിപാടി ഇപ്പം അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് ഇത് മാത്രം ഇടാതെ അതിൻ്റെ കൂടെ ഒന്നും കൂടി, ഉദാഹരണത്തിന് മുഹമ്മദ് സിനാൻ, മുഹമ്മദ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേര് അങ്ങനെ ഇട്ടാൽ തെറ്റൊന്നുമില്ല. വലിയ വലിയ ആലിമീകൾ അങ്ങനെ പേരിട്ട് കൊടുക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്കത് വലിയ താല്പര്യമില്ല. എൻ്റെ കാര്യം ഞാൻ പറയണല്ലോ, വേറെ ആൾക്കാർ അവരും പറഞ്ഞോട്ടെ. എനിക്കതിന് വലിയ താല്പര്യമില്ല. കാരണം മുഹമ്മദ് സിനാൻ എന്ന് പേരിട്ടാൽ പിന്നെ മുഹമ്മദ് എന്നുള്ള പേര് വിളിക്കലുണ്ടാവില്ല, സിനാൻ എന്നേ വിളിക്കുള്ളൂ. അപ്പം നബി തങ്ങളുടെ പേരങ്ങ് അടിയിൽ പോവും, സിനാന് മേലെ വരും. അപ്പം അതുകൊണ്ട് അത് രണ്ടെണ്ണം വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരു 2 പേരില്ല ഞാൻ പാസ്പോർട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചിലർ പറയലുണ്ട്. അതിന് പേരിന് ബാപ്പാൻ്റെ പേര് കൂടി കൂട്ടിയിട്ടാൽ മതിയല്ലോ. അബ്ദുറഹ്മാൻ മുഹമ്മദ് എന്ന് പേരുണ്ടായ മകനുണ്ടായ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പേരിട്ടാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ പാസ്പോർട്ടിൻ്റെ പ്രശ്നം പരിഹരിച്ചല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് നബി തങ്ങളെ പേരിടുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസാലി. ഗസാലി ഇമാമിൻ്റെ പേര് പറയുമ്പോൾ ഉപ്പാൻ്റെ പേരും മുഹമ്മദ്, ഉപ്പാപ്പാൻ്റെ പേരും ഉപ്പാപ്പാൻ്റെ പേരും മുഹമ്മദ്. കാരണം റസൂലുള്ളാഹിയുടെ മഹബത്ത് കൊണ്ട് ഇട്ടതാ മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. എല്ലാ മക്കൾക്കും പാപ്പക്കും ഒക്കെ പേര് മുഹമ്മദ്. അപ്പോൾ ആ പേരിന് വലിയ മഹത്വമുണ്ട്. മുഹമ്മദ് എന്ന പേരിന് വലിയ മഹത്വമുണ്ട്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് അങ്ങനെ കടന്നു പോകുന്നില്ല. പറഞ്ഞു വന്നത് പള്ളിയോടുള്ള ആദരവ്, പേരിനോടുള്ള ആദരവ്. ചിലപ്പോൾ സ്വന്തം ബാപ്പാക്ക് നല്ല പേരുണ്ടാവും, അബ്ദുള്ള എന്നായിരിക്കും ബാപ്പാൻ്റെ പേര്. അത് മക്കൾക്ക് ഇടുമ്പോൾ ബുഖാരിയിൽ വന്ന ഹദീസാണ് അബ്ദുള്ള എന്ന പേര്. അബ്ദുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരും കൂടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന പേരുണ്ട്. അത് സൂറത്തുൽ ജിന്നിലുണ്ട്. ലമ്മാ ഖാമ അബ്ദുല്ലാഹി എന്ന് ഖുർആനിലുണ്ട്. അത് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ. റസൂലുള്ളാഹിക്കും അബ്ദുള്ള എന്ന് പേരുണ്ട്, റസൂലുള്ളാഹിൻ്റെ ബാപ്പാക്കും അബ്ദുള്ള എന്ന് പേരുണ്ട്. നബി തങ്ങളുടെ പേര് എന്ന ബർക്കത്തിന് വേണ്ടി ആയിരിക്കണം പേരിടുന്നത്. സ്വന്തം ബാപ്പയ്ക്ക് അബ്ദുള്ള എന്ന് പേരുണ്ടെങ്കിലോ, എന്നാൽ അൽഹംദുലില്ലാഹ് ബാപ്പാൻ്റെ ബർക്കത്തും കിട്ടിക്കോട്ടെ, അത് കൂടി കൂട്ടിക്കരുതുന്നതിന് കുഴപ്പമില്ല. ബാപ്പാൻ്റെ ബർക്കത്ത്, മക്കൾക്ക് ബാപ്പാക്ക് വലിയ ബർക്കത്തുണ്ട്, അത് വേറെ ആക്കുണ്ടാവില്ല. മക്കളെ സംബന്ധിച്ചിടത്തോളം ബാപ്പ വലിയ ബർക്കത്തുള്ള സംഗതി തന്നെയാണ്. ബാപ്പാൻ്റെ പൊരുത്തം വേണം, ബാപ്പാൻ്റെ ബർക്കത്ത് വേണം മക്കൾക്ക്. അതുകൊണ്ട് അതും നല്ലതാണ്. പഴയ കാലത്ത് അങ്ങനെ പേര്, ഉപ്പാൻ്റെ പേര് വിളിക്കുന്ന പതിവുണ്ട്, ഉമ്മാൻ്റെ പേര് വിളിക്കുന്ന പതിവുണ്ട്. അതൊന്നും മോശമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ പേര് നല്ല പേരായിരിക്കണം. പേര് നല്ലതല്ലെങ്കിൽ ബാപ്പാൻ്റെ പേരാന്ന് വിചാരിച്ചിട്ട് അത് ഇടാൻ പോകരുത്, ഉമ്മാൻ്റെ പേരാന്ന് വിചാരിച്ചിട്ട് ഇടാൻ പോകരുത്.